സോറിയാസിസ് ഒരുപാട് പേർക്ക് അവരുടെ മൂഡ് അനുസരിച്ചിട്ട് ഈ രോഗത്തിന്റെ ഒരു തീവ്രത മാറും എന്ന് കേട്ടിട്ടുണ്ട്. മാമ്പഴം ചൂടാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഫ്രൂട്ട്സിൽ മാങ്ങ, പൈനാപ്പിള്, പപ്പായ, ഡേറ്റ്സ്, സ്വീറ്റ് മെലൻ, ഷമാം, ഇതെല്ലാം ഭയങ്കര ചൂടാ. ചക്ക, അതൊക്കെ ചൂടാ. ഇഫ് യു ലുക്ക് അറ്റ് ദീസ് ഫ്രൂട്ട്സ്, ഇത് ഏപ്രിൽ, മാർച്ച് ഏപ്രിൽ വരുന്ന സമയത്ത് ഇത് ഉണ്ടാവുള്ളൂ. ചൂടുള്ള സമയത്ത് ഈ സ്കിൻ ഗ്രോത്ത് ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഈ ഇമോഷൻ ഇതിനെ ബാധിക്കും. അതെ, അതുകൊണ്ട് തന്നെയാണ്. സങ്കടം വന്നാലും ഇത് കൂടും, ദേഷ്യം വന്നാൽ ഭയങ്കരമായിട്ട് കൂടും. ഇത് വന്നൊരാള് ഫുഡിൽ എന്താണ് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കും ഒഴിവാക്കേണ്ടത്? ഫുഡിൽ നമ്മൾ ഇത് ആയുർവേദത്തിൽ ഇതൊരു പിത്തപ്രധാനമായിട്ടുള്ള രോഗമായിട്ടാണ്. സാർ, ഈ സോറിയാസിസ് ഒരുപാട് പേർക്ക് അവരുടെ മൂഡ് അനുസരിച്ചിട്ട് ഈ രോഗത്തിന്റെ ഒരു തീവ്രത മാറും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ സോറിയാസിന് അങ്ങനെ ഒരു സൈക്കോസൊമാറ്റിക് നേച്ചർ ഉണ്ടോ? യെസ്, സോറിയാസിസ് സൈക്കോസൊമാറ്റിക് ഡിസീസ് ആണ്. ആദ്യം സോറിയാസിസ് എന്താന്ന് മനസ്സിലാവും. സോറിയാസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ഓർഗൻ ആണ്. അതെ, ഈ നമ്മളെ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ധരിക്കുമ്പോൾ സാധാരണ ഹാർട്ട്, ലങ്സ്, ലിവർ, കിഡ്നി എന്നൊക്കെയാണ്, ബ്രെയിൻ, ഇതൊക്കെയാണ് ഓർഗൻസ് ആയിട്ട് ധരിക്കുന്നത്. പക്ഷെ സ്കിൻ എന്ന് പറയുന്നത് ഏറ്റവും ലാർജസ്റ്റ് ഓർഗനാണ്. അപ്പൊ ഈ സ്കിന്നിന്റെ ഒരു ഗ്രോത്ത് ഉണ്ട്. ഇറ്റ് ഇസ് നോട്ട് എപ്പോഴും നമ്മുടെ ഒരേ സ്കിൻ അല്ല. നമുക്ക് ഒരു 30 to 40 ഡേയ്സിനിടയിൽ ഡിപ്പെൻഡിങ് ഓൺ നേച്ചർ ഓഫ് ദ പേഴ്സൺ, ആ സ്കിൻ ആൻഡ് ദിസ് ക്ലൈമറ്റ് ആൻഡ് ദി കൺട്രി ദാറ്റ് ദേ ലിവിങ് ഇൻ, സ്കിൻ ഷെഡ് ചെയ്യും. അതെ, വി ഗെറ്റ് എ ന്യൂ ലെയർ ഓഫ് സ്കിൻ ഇൻ ബിറ്റ്വീൻ 30 to 40, സംടൈംസ് ഈവൻ മോർ ഡേയ്സ്. ആ സ്കിന്നിന്റെ ഡെവലപ്മെന്റ് സ്പീഡ് ഇസ് ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി. ഇപ്പൊ ശരീരത്തിൽ ഇവിടെ സ്കിൻ പുറത്തേക്ക് വരുന്ന സ്പീഡ് അല്ല തുടയുമ്പോൾ സ്കിൻ പുറത്തേക്ക് വരുന്ന സ്പീഡ്. അത് ഈക്വൽ ആയിട്ട് നിൽക്കണമെങ്കിൽ അതിനൊരു കൺട്രോൾ ബ്രെയിനിലുണ്ട്. ആ കൺട്രോൾ പല സ്ഥലത്തിലായിട്ട് പോകണതാണ് സോറിയാസിസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമോഷൻസും ഇതിനെ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ ക്ലൈമറ്റ് ദാറ്റ് യു ആർ ഇൻ, എല്ലാം ഇതിനെ ചേഞ്ച് ചെയ്യും. ആക്ച്വലി ഈ സ്കിൻ ഗ്രോത്ത് ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഈ ഇമോഷൻ ഇതിനെ ബാധിക്കും. അതെ, അതുകൊണ്ട് തന്നെയാണ്. സങ്കടം വന്നാലും ഇത് കൂടും, ദേഷ്യം വന്നാൽ ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ ഇതൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ ചില ഫുഡ് ബാധിക്കും. ഇത് വന്നൊരാള് ഫുഡിൽ എന്താണ് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കും ഒഴിവാക്കേണ്ടത്? ഫുഡിൽ നമ്മൾ ഇത് ആയുർവേദത്തിൽ ഇതൊരു പിത്തപ്രധാനമായിട്ടുള്ള രോഗമായിട്ടാണ് പറയണത്. പിത്തം കൂടുന്ന എല്ലാം തന്നെ, ചൂട് ശരീരത്തിൽ കൂടുന്ന എല്ലാ രോഗങ്ങളും തന്നെ ഭക്ഷണങ്ങൾ തന്നെ ഒഴിവാക്കണം. അതിനകത്ത് മേജർ ഇത് നോൺ വെജിറ്റേറിയൻ ഫുഡ് തന്നെ. ബിക്കോസ് അതിന്റെ ഒരു ലോജിക്ക് പറയണെങ്കിൽ ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ഭക്ഷണം വാസ് എ ലിവിങ് സെൽ അറ്റ് വൺസ് അപ്പോൺ ടൈം. അതെ, ആ ലിവിങ് സെല്ലിനെ നമ്മുടെ ബോഡി ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് റിലീസസ് മോർ ഹീറ്റ് ദാൻ എ പ്ലാന്റ് സെൽ. അതുകൊണ്ടാണ് ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് ചൂടാന്ന് പറയണത്. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ വെജിറ്റബിൾസിൽ തന്നെ ഇപ്പൊ പാവയ്ക്കയും വഴുതനങ്ങയും ചൂടാ. അപ്പൊ ഇത് രണ്ടും നമ്മൾ അവോയ്ഡ് ചെയ്യണം. മാമ്പഴം ചൂടാണ്. ഫ്രൂട്ട്സിൽ മാങ്ങ, പൈനാപ്പിള്, പപ്പായ, ഡേറ്റ്സ്, സ്വീറ്റ് മെലൻ, ഷമാം, ഇതെല്ലാം ഭയങ്കര ചൂടാ. ചക്ക, അതൊക്കെ ചൂടാ. ഇഫ് യു ലുക്ക് അറ്റ് ദീസ് ഫ്രൂട്ട്സ്, ഇത് ഏപ്രിൽ, മാർച്ച് ഏപ്രിൽ വരുന്ന സമയത്ത് ഇത് ഉണ്ടാവുള്ളൂ. സമ്മർ ഏറ്റവും കൂടുതൽ തീവ്രതയിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഗൾഫ് റീജിയൻസിലാണെങ്കിൽ ഡേറ്റ്സ് ഈ പ്ലാന്റിൽ വന്നിട്ട് ഇത് സീഡ് വന്ന് ഇത് ഗ്രോ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ്സ് മുഴുവൻ പോയി. മനസ്സിലായി. സോ ആ ഹീറ്റ് ഓഫ് ദ സമ്മർ ആണ് ഈ ഫ്രൂട്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പൊ അങ്ങനത്തെ ഫ്രൂട്ട്സ് നമ്മുടെ ഉള്ളിൽ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ കൂടുതൽ ഹീറ്റ് റിലീസ് ചെയ്യും. പ്ലസ് ചുമന്ന മുളക്, പുളി, എല്ലാം എക്സ്ട്രീംസ് ഓഫ് ടേസ്റ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇതെല്ലാം പിത്തത്തിനെ കൂട്ടുന്നതാണ്. ഇതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെന്റിലൂടെ മാറ്റി ആയുർവേദത്തിൽ നല്ല ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ബട്ട് ഇറ്റ് റിക്വയർസ് സൈക്കോസൊമാറ്റിക് അപ്രോച്ച് ഓൾസോ. നമ്മൾ മെന്റലി, ഫിസിക്കലി ആൻഡ് ഫുഡിലും എല്ലാമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്താലേ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ചാൽ ഭേദമാക്കാവുന്ന ഒരു രോഗമാണ് അല്ലെ? ഒരു രോഗവും നമ്മൾ പൂർണ്ണമായിട്ട് ഭേദമാക്കാമെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സോ മെനി ഫാക്ടേഴ്സ്. അപ്പൊ നമുക്കൊരു ഒപ്റ്റിമൽ ഒരു മൂഡ് സ്വിങ്സ് ഇല്ലാണ്ടും സ്ട്രെസ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. സ്ട്രെസ് ഭയങ്കര ഒരു ഫാക്ടറാണ്. ഈ സ്ട്രെസ് പറയാൻ കാരണം എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന പല കേസുകളിൽ, അതിൽ ഒരു കേസ് ഞാൻ പറയാം. ഒരു ഗൾഫിൽ റീജിയനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാള്, എൻ്റെ ഒരു സുഹൃത്ത് തന്നെ, അങ്ങനെ മകൻ ഒരു ആക്സിഡന്റിൽ മരിച്ചു. അപ്പോൾ വൈഫിന് സ്ട്രോക്ക് വന്നു, പാരലൈസ്ഡ് ആയി, വീൽ ചെയർ ബൗണ്ട് ആയിരുന്നു, സംസാരിക്കില്ല, ഒന്നുമില്ല. അപ്പൊ ഹി വാസ് ടേക്കിംഗ് കെയർ ഓഫ് ഹെർ. ആ സമയത്ത് ഇവർക്ക് സോറിയാസിസ് ഡെവലപ്പ് ചെയ്തു.
അത് തീവ്ര സോറിയാസിസ് ആണ്. ഇറ്റ് വാസ് ട്രബിളിംഗ് ഹിം സോ മച്ച് ആൻഡ് ഹി വാസ് ടേക്കിംഗ് കെയർ ഓഫ് ഹിസ് വൈഫ് ബൈ ഹിംസെൽഫ്. നോട്ട് ദാറ്റ് ഹി കുഡ് നോട്ട് എഫോർഡ്, പക്ഷെ അങ്ങോർക്ക് സ്വന്തമായിട്ട് വൈഫിനെ ഞാൻ തന്നെ ചെയ്യണം എന്നുള്ളൊരു വാശിയിൽ ഭക്ഷണം കൊടുക്കലും ക്ലീൻ ചെയ്യലും കുളിപ്പിക്കലും എല്ലാം അങ്ങോട്ട് തന്നെ ചെയ്യായിരുന്നു. സർപ്രൈസിംഗ്ലി കുറെ കൊല്ലത്തിന് ശേഷമാണ് അവരുടെ വൈഫ് ഒരു ദിവസം മരിച്ചു. വിത്തിൻ 2 to 3 weeks അവരുടെ സോറിയാസിസ് ഡിസപ്പിയർ ചെയ്തു. സോ ദാറ്റ് ഷോസ് ഹൗ മച്ച് ഓഫ് സൈക്കോസൊമാറ്റിക് എലിമെന്റ് ദർ ഇസ് ടു സോറിയാസിസ്. ആ സ്ട്രെസ് ആയിരുന്നു അങ്ങോർക്ക് ഏറ്റവും വലിയ കാരണം, അത് വരാനും മാറാണ്ടിരിക്കാൻ. അപ്പൊ തനിയെ മാറിയെന്നല്ല, ആ സമയത്ത് ആ തീവ്രത ഉള്ള സമയത്ത് വി കുഡ് ഓൺലി ഗിവ് ഹിം പാലിയേറ്റീവ് കെയർ ബിക്കോസ് ഹി കുഡ് നോട്ട് കം ആൻഡ് ഡു ആയുർവേദിക് ട്രീറ്റ്മെന്റ്. വൈഫിനെ നോക്കണം, അതുകൊണ്ട് വിട്ടിട്ട് വരാൻ പറ്റില്ല. അങ്ങനെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് വെച്ച് മാത്രമൊക്കെ മാനേജ് ചെയ്യായിരുന്നു. അതിന്റെ കൂടെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് മാറി എന്നുള്ളതാണ്. അതിശയായി പോയി. ഇപ്പോൾ സോറിയാസിന്റെ ഒരു ട്രീറ്റ്മെന്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു മെന്റലി ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കണം, പ്ലസ് ഒരു ട്രീറ്റ്മെന്റ് സൈഡ്. അതിൽ പിത്തത്തിനെ ആണെങ്കിൽ നമ്മൾ ശോധന ചെയ്ത് പുറത്തേക്ക് കളയണം, അതിന്റെ കൂടെ ശിരോധാരകൾ ചെയ്യണം. അങ്ങനെ കുറെ കാര്യങ്ങൾ പാരലായിട്ട്. ആയുർവേദത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രീറ്റ്മെന്റ് ശോധനവും ശമനവും ഉണ്ട്. ഒരു ദോഷം വർദ്ധിച്ചാൽ അതിനെ ശോധന ചെയ്ത് പുറത്തേക്ക് കളയണം. ശമനം വെച്ചാൽ ബാലൻസ് ചെയ്യണം മരുന്നുകൾ വെച്ചിട്ട്. ആൻഡ് ഓൾസോ ഇൻപുട്ട്, അതിനാണ് പഥ്യം വരുന്നത്. അപ്പൊ നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ട് നമ്മൾ ദിവസവും പപ്പായ കഴിച്ചുകൊണ്ടിരുന്നാൽ പിത്തം കുറയാൻ പോകുന്നില്ല. മനസ്സിലായി. ആൾക്കാർ വിചാരിക്കണം പപ്പായ കഴിക്കുമ്പോൾ നല്ല ശോധന കിട്ടുന്ന. ആക്ച്വലി ദാറ്റ് ഇസ് റോങ് കോൺസെപ്റ്റ്. പപ്പായ എന്ന് വെച്ചാൽ പിത്തം കൂട്ടുന്ന സാധനമാണ്. മനസ്സിലായി. അപ്പൊ ശരീരത്തില് പിത്തം പുറത്തേക്ക് പോകുന്നത് ഐതർ ഛർദ്ദിച്ചിട്ട് അല്ലെങ്കിൽ വയറിളകിയിട്ട്. ഇപ്പൊ പപ്പായ കഴിക്കുമ്പോൾ പിത്തം കൂടുമ്പോൾ ശരീരം തന്നെ അതിനെ എലിമിനേറ്റ് ചെയ്യണതാണ് ശോധന കൂടുതൽ കിട്ടുന്നതിന് കാരണം. മനസ്സിലായി. ഇപ്പോൾ ഒരു സോറിയാസിസ് പേഷ്യന്റ് ഡയറക്റ്റ് വന്ന് കണ്ടതിന് ശേഷം മാത്രമേ എല്ലാ പേഷ്യൻസിനും ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ രോഗിയെ ഡയറക്റ്റ് ആയിട്ട് കണ്ട് അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി, അവരുടെ ജോലി, അവരുടെ സ്ഥലം, അവർ താമസിക്കുന്ന സ്ഥലം, അവരുടെ സിറ്റുവേഷൻസ് ഇൻ ലൈഫ്, അവരുടെ ഏജ്, ഇതെല്ലാം ഫാക്ടേഴ്സാണ്. അല്ലാണ്ട് വെറുതെ ഒരു ഓൺലൈനിലും. അതുകൊണ്ട് തന്നെ ഞാൻ ഐ നെവർ ഡു ഓൺലൈൻ കൺസൾട്ടേഷൻസ് വിതൗട്ട് സീയിങ്. ആയുർവേദത്തിൽ പറയുന്നുണ്ട് ദർശന സ്പർശന പ്രശ്നേഹി പരീക്ഷിച്ച രോഗിയാണെന്ന്. ദർശനം, സ്പർശനം, പ്രശ്നേഹി, കണ്ട് തൊട്ട് സംസാരിച്ചിട്ട് മാത്രമേ ചികിത്സിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഓൺലൈനാകുമ്പോൾ നമുക്ക് പലതും മനസ്സിലാവില്ല. മനസ്സിലായി. ഒരു രോഗി ട്രീറ്റ് ചെയ്യുമ്പോൾ രോഗിയുടെ ഒരു മനുഷ്യനായിട്ട് ആദ്യം രോഗിയെ കാണണം. അതിനവരുടെ ഫുൾ സറൗണ്ടിങ് അറിയണം നമ്മൾ. അതുകൊണ്ട് വെറുതെ ഒരാൾ വന്നു സോറിയാസിസ് പറഞ്ഞു, അതിന്റെ ബേസിസിൽ ഞാൻ വെറുതെ മരുന്ന് എഴുതി കൊടുത്തു അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പറഞ്ഞു, ദാറ്റ് ഡസന്റ് വർക്ക് ദാറ്റ് വേ. ഇപ്പൊ സോറിയാസിസും സ്കിൻ ഡിസീസസും പലതും അങ്ങോട്ടും കൂടി ഇന്റർചേഞ്ചബിളാണ്. ഇപ്പൊ ഡ്രൈ എക്സീമയും സോറിയാസിസ് ആയിട്ട് തെറ്റിദ്ധരിക്കാം. ഓ ശരി. അപ്പൊ അത് നമ്മൾ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഇൻ ഡെർമറ്റോളജി ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ദർ ക്യാൻ ബി സംടൈംസ് 2 diseases ടുഗെദർ. അതെ. അത് എത്ര നല്ല ഡോക്ടർ ആണെങ്കിലും തെറ്റുപറ്റാം അവിടെ. അപ്പൊ ക്ലാസിക്കൽ ട്രീറ്റ്മെന്റിന് ആയുർവേദ സ്കിൻ മുഴുവൻ പിത്തത്തിന്റെ സ്ഥാനമാണ്. അപ്പൊ അതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ പിത്തത്തിന് ശമനമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്താൽ മിക്കവാറും എല്ലാ രോഗങ്ങൾക്കും ശമനം കിട്ടും. മനസ്സിലായി.